നമസ്കാരം, ഏവർക്കും ഹൈസ്കൂളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇന്നൊരു ടോപ്പിക് ബേസ്ഡ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതിന് കാരണം ചാനലിലേക്ക് സബ്സ്ക്രൈബർ കൂടുന്നതും വാച്ച് അവേഴ്സ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേര് ഇത് കാണുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ തന്നെ ഉദാഹരണമാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ബോക്സിൽ കിങ് ക്യാൻ ഡു നോ റോങ് മാക്സിമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദ കിങ് ക്യാൻ ഡു നോ റോങ് അഥവാ സോവറിൻ ഇമ്മ്യൂണിറ്റി എന്താണ് നമുക്ക് നോക്കാം. കിങ് ക്യാൻ ഡു നോ റോങ് ഓർ റെക്സ് നോൺ പൊട്ടസ് പെക്കാരെ, ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പഴയ ഒരു മാക്സിമാണ്. ഇന്ന് ഈ മാക്സിമിന് അത്ര പ്രസക്തിയില്ല. കാരണം ഇന്ന് മൊണാർക്കി ആയാലും മറ്റുള്ള ഫോം ഓഫ് ഗവൺമെൻറ് ആയാലും എല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു നിയമത്തിന് വിധേയമായിട്ടാണ്. ഇതൊരു ഓൾഡ്, അതായത് ഇംഗ്ലീഷ് കോമൺ ലോ ഇതിലുണ്ടായിരുന്ന ഒരു പഴയ ഒരു പ്രിൻസിപ്പിളാണ് റോയൽ ഇമ്മ്യൂണിറ്റി. അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ രാജകുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നേരിട്ടുള്ള പ്രതിനിധികളായതുകൊണ്ട് അവർ തെറ്റുകളൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും തെറ്റ് അല്ല എന്ന് പൊതുജനം വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു റോയൽ ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ള ദ കിങ് ക്യാൻ ഡു നോ റോങ് അഥവാ റെക്സ് നോൺ പൊട്ടസ് പെക്കാരെ എന്നുള്ള ആ ഒരു മാക്സിമം ഉടലെടുത്തത്. ഈ മാക്സിം ഉപയോഗിക്കുന്നത് രാജാവ്, രാജകുടുംബാംഗങ്ങൾ, പിന്നെ രാജാവിൻ്റെ കൽപ്പനകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന കുറേ ഒഫീഷ്യൽസ് ഉണ്ടാവും. ഇവർക്കെല്ലാം ഇതൊരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പിന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ഒഫീഷ്യൽസ്, മന്ത്രിമാരായാലും മറ്റുള്ള ഒഫീഷ്യൽസും ഈ ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങളാൽ ഡെമോക്രസി ആയതുകൊണ്ട് അത്രത്തോളം ഒരു പവർ ഈ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നില്ല ഇവർക്കാർക്കും. നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ എന്ന് വെച്ചാൽ നിയമവാഴ്ച. ഇവിടെ ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയാലും നിയമത്തിന് വിധേയമായി നിന്ന് പ്രവർത്തിക്കണം. അവരാരും നിയമത്തിന് മുകളിലല്ല. സോ ഇവിടെ ഉള്ള എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസും അക്കൗണ്ടബിൾ ആണ്. അവരുടെ ഓരോ പ്രവൃത്തിയും അക്കൗണ്ടബിൾ ആണ്. ജനങ്ങളോട് ഉത്തരം പറഞ്ഞേ മതിയാകൂ. എന്നാൽ പല സാഹചര്യങ്ങളിലും ഗവൺമെൻറ് ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കേസ് ലോസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം എല്ലാ പ്രവൃത്തികളും, ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ സർക്കാരിന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ നിന്ന് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ സോവറിൻ ഇമ്മ്യൂണിറ്റി വഴി കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു അബ്സല്യൂട്ട് ഒരു കവറപ്പില്ല. ഒരു പരിധിവരെ അവർക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കേസ് ലോസ് ഉണ്ട്. നമുക്ക് ആ കേസ് ലോസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ആദ്യത്തെ കേസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതി. ഇത് 1962 സുപ്രീം കോർട്ട് വിധിയാണ്. ഈ വിധിയിൽ സുപ്രീം കോർട്ട് പറഞ്ഞു, ഗവൺമെൻറ് വാസ് നോട്ട് ലയബിൾ ഫോർ ദ wrongful ആക്ട് ഓഫ് ദ എംപ്ലോയീസ് ഇഫ് ദേ വെയർ കമ്മിറ്റഡ് വൈൽ ക്യാരിയിങ് ഔട്ട് സോവറിൻ ഫങ്ഷൻസ്. The court held that the principle of sovereign immunity applied in such cases and the government could not be held liable for the acts of its employees. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോവറിൻ കപ്പാസിറ്റിയിൽ ഒഫീഷ്യൽ ഡ്യൂട്ടി പ്രകാരം എല്ലാ നിയമങ്ങളും അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെ ഒരു ലയബിലിറ്റി ആയിട്ട് സർക്കാരിൻ്റെ മേലിൽ ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അടുത്തൊരു കേസിലോ നോക്കാം. ഇത് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ADR 2017 പുതിയ കേസാണ്. എന്താണ് കേസ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഇൻ ദിസ് കേസ് ദ സുപ്രീം കോർട്ട് ഡിസ്മിസ് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സീക്കിംഗ് ടു ഡിക്ലെയർ ദ ഗവൺമെൻറ്റ്സ് ഡിസിഷൻ ടു ഡിമോണിറ്റൈസ് സർട്ടൻ കറൻസി നോട്ട് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. The court upheld the government's claim of sovereign immunity and held that the government could not be sued for any action taken in the exercise of its sovereign power. നമുക്കറിയാം 1000 നോട്ട് നിരോധിക്കപ്പെട്ടിരുന്നു. ആ 1000-ൻ്റെയും പഴയ 500-ൻ്റെ നോട്ട് നിരോധിക്കപ്പെട്ടത് ചലഞ്ച് ചെയ്തുകൊണ്ട് പല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഈ ഒരു തീരുമാനം സർക്കാർ എടുത്തത് അവരുടെ സോവറിൻ പവർ അല്ലെങ്കിൽ സോവറിൻ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലയബിലിറ്റി, അതിലുണ്ടായ നാശനഷ്ടങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ മേലിൽ ബാധ്യതയാകത്തില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേസിൽ എവിടെയാണ് നമ്മുടെ വിക്ടോറിയസ് ലയബിലിറ്റി സർക്കാരിൻ്റെ മേലിൽ വന്നില്ല. കാരണം അത് അതിൻ്റെ സോവറിൻ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു ഡിസിഷൻ, എടുത്തൊരു ഡിസിഷനാണ്, ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു ആക്ഷനാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും സർക്കാരിന് ലയബിൾ ആകത്തില്ല. സോവറിൻ ഇമ്മ്യൂണിറ്റി ഇവിടെ സർക്കാരിന് കിട്ടി. അടുത്തൊരു കേസ് നോക്കാം.
ഈ കേസിൽ അനിത കുഷ്വ വേഴ്സസ് പുഷ്പൻ സുധൻ. In this case, the Supreme Court held that the public officials, including the government, could not claim immunity from liability for acts of negligence or breach of fundamental rights. The court held that the government was not immune from legal liability in such cases. The public officials could be held accountable for their action. ഈ കേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്ട് ഓഫ് നെഗ്ലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ബ്രീച്ച് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്ട് ഓഫ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഗവൺമെൻറ് ഒഫീഷ്യൽസോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല. അവർക്ക് ഈ സോവറിൻ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സോവറിൻ ഡ്യൂട്ടി ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് തടി തപ്പാൻ പറ്റത്തില്ല. അവർ 100% ലയബിൾ ആയിരിക്കും എന്ന് ഈ കേസിൽ 2016 കേസിൽ സുപ്രീം കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ കേസിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആക്ട് ഓഫ് നെഗ്ലിജൻസ് ഉണ്ടായിരുന്നു, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കേസിൽ ഈ രണ്ട് എലമെൻസും ഇല്ലായിരുന്നു. ഒരു ഡീമോണിറ്ററൈസേഷൻ എന്നുള്ളൊരു സർക്കാരിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കേസിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുകയും ഈ ഒരു കേസിൽ ഈ ഇമ്മ്യൂണിറ്റി കിട്ടാതിരിക്കുകയും ചെയ്തത്. അപ്പോൾ കേസ് ലോ കണ്ട് മനസ്സിലായി. ഇനി നമുക്ക് ഇന്ത്യൻ സിസ്റ്റം എന്താണ്? ഇന്ത്യ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, which means that the power of the government is limited by constitution and the rule of law. In this system, no one, not even the king or the president, is above the law. അതായത് ഈ ഡെമോക്രസി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ആയതുകൊണ്ട് ഇവിടെ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ആരും നിയമത്തിന് മുകളിലല്ല. ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ ആ രാജാവും ഇപ്പോൾ നമുക്കുള്ളത് പ്രസിഡന്റും പ്രധാനമന്ത്രിയാണ്. അവരാരും നിയമത്തിന് മുകളിലല്ല. എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് മാത്രമാണ്. കോൺസ്റ്റിറ്റ്യൂഷന് അതീതമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ എതിർത്തുകൊണ്ട് ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, അത് നിയമമാണ്. അപ്പോൾ നിയമത്തിന് വിധേയമായി നിന്നുകൊണ്ട് മാത്രമേ ഇവിടെ സർക്കാരിനായാലും സർക്കാരിൻ്റെ മന്ത്രിമാർക്കായാലും അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിനും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് റൂൾ ഓഫ് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ഇവിടെ നിലനിൽക്കുന്നത് റൂൾ ഓഫ് ലോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. In India, the president is the ceremonial head of the state and the prime minister is the head of the government. Both are subject to the law and can be held accountable for any wrongdoing. The Indian judiciary is also independent and can hold anyone, including the king or the president, accountable for their actions. അതായത് ഇവിടെ സെറിമോണിയൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ ഹെഡ് ആരാണ്? പ്രസിഡൻ്റ് ആണ്. വേറെ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഹെഡ് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഇവർ രണ്ടുപേരും സ്റ്റേറ്റിൻ്റെ ഹെഡായാലും സർക്കാരിൻ്റെ ഹെഡായാലും ഇവരാരും നിയമത്തിന് മുകളിലല്ല. ഇവിടെ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഉണ്ട്. ഇവർ ഈ രണ്ട് പേരെയും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റും. അവരുടെ അടുത്ത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഈ 3 ബ്രാഞ്ച് ഉണ്ട്. ഈ 3 ബ്രാഞ്ചും ഇൻഡിപെൻഡൻ്റ് ആണ്. ആരും ആരുടെ പുറത്തും ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് നിയമിക്കുന്ന നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ്. അപ്പോൾ നിയമനിർമ്മാണത്തിലായാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രക്രിയയിലായാലും ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ജുഡീഷ്യറിയിൽ പോയി പരാതിപ്പെടുകയും അവിടെ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള അവർക്ക് അതിനുള്ള റെമഡീസ് കിട്ടുകയും ചെയ്യും, സൊല്യൂഷൻസ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആരും അതീതമല്ല, നിയമത്തിന് അതീതമല്ല. എല്ലാം നിയമവിധേയമായി നിന്നുകൊണ്ട് തന്നെ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിധേയമായി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവർ. നമുക്ക് നോക്കാം. ഇഫ് എ ഗവൺമെൻറ് എംപ്ലോയി ആക്ട്സ് നെഗ്ലിജൻ്റ്ലി ആൻഡ് കോസസ് harm to citizen, the government can be held liable for the employee's action. However, it's important to note that the government's liability is not absolute. The government can defend itself against such claims if it can prove that it had taken reasonable steps to prevent the wrongful act or if the employee acted outside the scope of their employment. അതായത് സർക്കാർ, മന്ത്രിമാർ, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ചെയ്യുന്ന പ്രവൃത്തികൾ അശ്രദ്ധ മൂലമുണ്ടാകുന്നതോ അല്ലെങ്കിൽ അവരുടെ അധികാര ഹുങ്ക് മൂലം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ അവർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. സർക്കാർ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ആരാണോ ഒഫീഷ്യൽ അവർ ചെയ്യുകയാണെങ്കിൽ അവരും ഈ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ചെയ്താൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിൾ ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ കപ്പാസിറ്റിയിൽ നിന്ന് ചെയ്യുമ്പോൾ ഗവൺമെൻറ് റെസ്പോൺസിബിൾ ആയിരിക്കും. ഇത് ഒരു അബ്സല്യൂട്ട് നേച്ചറിലുള്ളതല്ല. ചില സാഹചര്യങ്ങൾക്ക് അവർക്ക് ഈ ലയബിലിറ്റിയിൽ നിന്ന് ഒരു ഫ്രീ അല്ലെങ്കിൽ അവർക്ക് ലയബിലിറ്റി ഫ്രീ ആകും. അതായത് അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. അത് എല്ലാ
മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നിയമത്തിന് വിധേയമായി ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. അല്ലാത്ത പക്ഷം മിക്ക കേസുകളിലും ഈ ലയബിലിറ്റി സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നഷ്ടങ്ങൾക്ക് ഈ പറയുന്ന സർക്കാരായാലും മന്ത്രിമാരായാലും സർക്കാർ ഒഫീഷ്യൽസ് ആയാലും മറുപടി പറഞ്ഞേ മതിയാകൂ. അതാണ് റൂൾ ഓഫ് ലോ, അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി നമുക്ക് തരുന്ന പവർ. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. മോഡേൺ വേൾഡ് അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയിൽ ദ കിങ് ക്യാൻ ഡു നോ റോങ് എന്നുള്ള മാക്സിം ആപ്ലിക്കബിൾ അല്ല എന്ന് തന്നെ പറയാം. പൂർണ്ണമായിട്ടും ആപ്ലിക്കബിൾ അല്ല. ചിലയിടത്ത് സർക്കാരിന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. അവരവരുടെ സോവറിൻ കപ്പാസിറ്റിയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എല്ലാ ശ്രദ്ധയോടെയും അവർ പ്രവർത്തിക്കുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി കിട്ടും. അല്ലാത്ത പക്ഷം സർക്കാരായാലും സർക്കാർ ഉദ്യോഗസ്ഥരായാലും അവർ ശ്രദ്ധയില്ലാതെ ദോഷകരമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അവർ ലയബിളാണ്. സോ കിങ് ക്യാൻ ഡു റോങ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാക്സിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റ് ടോപ്പിക്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എൻ്റെ കഴിവിന് പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കാം. ഇത് കൂടുതൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. കൂടുതൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ, ആദ്യം പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് iSchool. താങ്ക് യു.